ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻഡ്രം. അപ്പോൾ ഇന്ന് നമുക്ക് ശരീരത്തിലെ തൊലി പുറത്തുണ്ടാവുന്ന അലർജി, അതായത് ശരീരം നന്നായിട്ട് ചൊറിഞ്ഞ് തടിച്ചു വരുന്ന അവസ്ഥ, ഡെയിലി ആൻറ്റി ഹിസ്റ്റമിൻസ് അതായത് സിട്രസിനും മോണ്ടാക്കിൽസി പോലുള്ള ടാബ്ലറ്റ് കഴിക്കാണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ഒത്തിരി പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു തൊലിപ്പുറത്ത് വരുന്ന അലർജിയുടെ കാരണം? അതിപ്പോൾ പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഉണ്ടാകുന്നൊരു അലർജി പ്രശ്നമാണ്. അതിന് നമ്മൾ അർട്ടിക്കേരിയ എന്ന് പറയും. ഇപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് ട്രിഗർ ആവുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. അതായത് ശരീരത്തിലെ തൊലിപ്പുറത്തുണ്ടാവുന്ന അലർജി, ശരീരം ഈ പുഴുവൊക്കെ പുരളുന്ന മാതിരി മെല്ലെ മെല്ലെ തടിച്ച് വരുന്നൊരവസ്ഥ. അതിപ്പോൾ ചെറിയ ഒരു മൊട്ടപ്പിന്നിൻ്റെ ആകൃതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള റൗണ്ട് റാഷസിൽ വരെ എത്താറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം, ഇതെങ്ങനെയാണ് ഈ തടിപ്പ് വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അലർജൻസ്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫംഗസ്, അതായത് പൂപ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ്സ്, എന്തെങ്കിലും പ്രാണികൾ, അതായത് കൊതുകോ ഉറുമ്പോ എന്തെങ്കിലും നമ്മളെ ഒന്ന് കടിക്കുക, ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ അലർജിക് റിയാക്ഷൻ, അതിന് നമ്മൾ IgE എന്ന് പറയും, ഈ ഒരു ആൻറ്റിബോഡി ഓവറായിട്ട് സെക്രീഷൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി, അതായത് ഒരു പ്രോട്ടീനാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് ഉയരുന്നു. ഇത് കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് നമ്മളുടെ രക്തക്കുഴലുകൾ, ചെറിയ രക്തക്കുഴലുകളിലുള്ള ഫ്ലൂയിഡ് കോശങ്ങൾക്കുള്ളിൽ വന്ന് അടിയുന്നു. അങ്ങനെയാണ് ഈ ഒരു തടിപ്പ് രൂപപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ്, എപ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ചിലർക്ക് പെട്ടെന്ന് വേർത്ത് കഴിയുമ്പോൾ ചൊറിച്ചിലായിട്ട് വരാറുണ്ട്. ചിലർക്കൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റ് വേരിയേഷൻസ് വരുമ്പോൾ, പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിലോട്ട് മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കടിക്കുന്ന സമയത്ത്, അതിപ്പോൾ കൊതുകാകട്ടെ ഉറുമ്പാവട്ടെ എന്തെങ്കിലും ഇൻസെക്ട്സ് കടിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പൊടി കടിക്കുമ്പോൾ, പൊടിയിൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പാരസൈറ്റ്സ് ഉണ്ട്, അത് കാരണം നമുക്കിത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രഷർ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ ആ ഒരു കൈക്കുള്ളിലൊക്കെ ഒന്ന് തടിച്ചു വീർത്ത് വരുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് അടിച്ചാലോ ഒന്ന് നന്നായിട്ട് അമർത്തി പിടിച്ചാലോ ഒക്കെ ആ ഒരു ഏരിയ മൊത്തം തടിച്ചു വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. കോൾഡ് അർട്ടിക്കേരിയ എന്ന് പറഞ്ഞ മറ്റൊരു കണ്ടീഷനുണ്ട്. അതായത് തണുപ്പത്തൊക്കെ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് വെള്ളം നനയുമ്പോൾ തണുത്ത വെള്ളമൊക്കെ കയ്യിൽ പെടുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് തടിച്ച് വീർത്ത് വരുന്ന അവസ്ഥയുണ്ട്. മറ്റൊരു കണ്ടീഷൻ പറയുന്നത് ഡെർമറ്റോഗ്രാഫിസം എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അത് അതേപടി ഇങ്ങനെ തെളിഞ്ഞു കാണും, ഒരു ചുമന്ന കളറിൽ തടിച്ച രീതിയിൽ. രസകരമായിട്ടുള്ളൊരു കാര്യം ഓർക്കുന്നത് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ശരീരത്തിൽ നല്ലൊരു ഫെയർ സ്കിന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും എഴുതുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തോ അത്ഭുതമാണല്ലോ, മാജിക്കൽ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വരഞ്ഞു നോക്കാറുണ്ട്. അത് നമുക്കൊന്നും വരുന്നില്ല, കുട്ടിക്ക് മാത്രം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മളത് വിചാരിച്ച ശേഷം അന്ന് അറിയില്ലായിരുന്നു ഇതൊരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്നാണെന്നുള്ളതൊക്കെ. പിന്നെ പഠിക്കുന്ന സമയത്താണിത് മനസ്സിലാവുന്നത് അർട്ടിക്കേരിയ എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ഭാഗമാണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പല രീതിയിലാണ് അർട്ടിക്കേരിയ പ്രകടമായിട്ട് വരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും പുഴു പുരണ്ടതായിരിക്കും, നമ്മൾ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അത് പുഴു കടിക്കുന്നത് കാരണം വരുന്നതല്ല. ഇവർ ഉറുമ്പ് കടിച്ചാലും ഇൻസെക്ട്സ് കടിച്ചാലും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എണ്ണ തൂക്കും അല്ലെങ്കിൽ തൈരൊക്കെ ഇടുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാറുണ്ട്. അതായത് നമുക്ക് അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറയും, ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയും. ഈ അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചൊറിഞ്ഞ തടിപ്പ് സാവധാനം അത് തന്നെ മെല്ലെ റിക്കവറായിട്ട് മാറിപ്പോകുന്നതും കാണാറുണ്ട്. ഇനി ചിലർക്ക് ക്രോണിക് അർട്ടിക്കേരിയ ആയിരിക്കും ഡെയിലി ഈ പ്രശ്നം ഉണ്ടായിരിക്കും. ഡെയിലി അവർ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും, ഒന്ന് വേർത്ത് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ രാത്രി വന്നിട്ട് കിടക്കാൻ സമയത്ത് ബെഡിലേക്ക് കയറി കിടക്കുന്ന സമയത്ത് അർട്ടിക്കേരിയ, അങ്ങനത്തെ ഡെയിലി വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ഡെയിലി ആൻറ്റി ഹിസ്റ്റമിൻസ് സിട്രസിനൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും അതൊന്ന് ക്യൂറായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ അതാണ് ഈ ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അർട്ടിക്കേരിയ. ചില അസുഖങ്ങളുള്ളവരിൽ അർട്ടിക്കേരിയ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് ഒന്നാമത് നമുക്ക് ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർക്ക്, ഹൈപ്പോതൈറോയിഡിസം പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കൂടുതലായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ അർട്ടിക്കേരിയ കണ്ടുവരുന്നുണ്ട്. ഇനി ചിലർക്ക് ഈ അർട്ടിക്കേരിയയുടെ ഒപ്പം തന്നെ റെസ്പിറേറ്ററി ടൈപ്പ് അലർജീസും കൂടെ കാണാറുണ്ട്. അതായത് അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ചെവി ചൊറിച്ചിൽ, കണ്ണു ചൊറിച്ചിൽ, ആസ്മ പ്രശ്നങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് സ്കിൻ ടൈപ്പും റെസ്പിറേറ്ററി ടൈപ്പും 2 രീതിയിലുള്ള അലർജീസും അഫക്റ്റഡ് ആവുന്ന ചില കുട്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളിത് കണ്ടുവരുന്നത്.
സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാൻ, ഒരു ഡയറി ചെയ്യുന്ന ശീലം പോലെ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഒരു മാസത്തേക്കെങ്കിലും. അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ട്രിഗർ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം ചിലർക്ക് ഈ ബീഫ് കഴിക്കുമ്പോൾ പെട്ടെന്ന് അലർജി കൂടാറുണ്ട്. അതുപോലെ തന്നെ ചില തരം ഞണ്ട്, കൊഞ്ച്, കണവ പോലുള്ള ഷെൽ ഫിഷസ് കഴിക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി പേർക്ക് അങ്ങനെ അലർജി വരാറുണ്ട്. അതുപോലെ ചിലർക്ക് പാല് ഗോതമ്പ് പ്രശ്നങ്ങൾ, ചിലപ്പോൾ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, തണുത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലെ അലർജി ട്രിഗർ ആവാൻ, അതായത് അർട്ടിക്കേരി കൂടാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബീഫൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അനഫൈലാക്സിക് റിയാക്ഷൻസ് വരെ ഉണ്ടാവാൻ, അതായത് അനഫൈലാക്സിസ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ ഇതുപോലെ അർട്ടിക്കേരി, അതായത് ഒരു വീക്കമൊക്കെ വന്നിട്ട് ഫങ്ഷൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് അത് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അനഫൈലാക്സിക് ഷോക്ക് എന്ന് നമ്മൾ പറയും. സോ അതൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒൻസ് നമുക്കിങ്ങനെ ഒരു ബീഫ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്തായാലും പൂർണ്ണമായിട്ട് നിർത്തുക തന്നെ വേണം. കാരണം നമ്മൾ ഗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് ബീഫിൻ്റെ കാര്യം. ഇതുപോലെ തന്നെയാണ് ഞണ്ട്, കൊഞ്ച്, കണവ കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലോട്ട് വലിയ രീതിക്ക് മാറാറുണ്ട്. ഈ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ വരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആൻജിയോ എഡിമ എന്ന് പറയും. ഈ ആൻജിയോ എഡിമ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് കുറച്ച് ക്രോണിക് സ്റ്റേജിലോട്ട് പോകാനും നമ്മളുടെ ജീവന് വരെ ആപത്തുണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയറി എഴുതുന്ന ശീലം. ഡയറി എഴുതുന്ന വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് രാവിലെ കഴിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പുക അടിച്ചോ, ഒത്തിരി എന്തെങ്കിലും മണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചോ, എന്നിട്ടാണ് നമുക്ക് അർട്ടിക്കേരി ഉണ്ടായത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, ഞാൻ ഒത്തിരി വെയിൽ കൊണ്ടോ, അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് നമ്മൾ കുറേ എക്സ്പോഷർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പൂമ്പൊടി, ചില ചെടികളിൽ നിന്നുള്ള പൂമ്പൊടികൾ, ചിലപ്പോൾ റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും അർട്ടിക്കേരി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പില്ലോക്കെ ഒരു ബെഡ്ഷീറ്റ് ഒന്നും കറക്റ്റായിട്ട് മാറ്റിയില്ലെങ്കിൽ കർട്ടൻസിലൊക്കെ നമുക്ക് പൊടി കിട്ടുമ്പോഴത്തേക്ക് ടെസ്റ്റ് മൈറ്റ്സ് അലർജീസ് ഒക്കെ വരുമ്പോഴേക്കും ഇത് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡെയിലി എക്സ്പോഷർ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്തിൽ നിന്നാണ് നമുക്ക് അലർജി കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ഈ അർട്ടിക്കേരി വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്തെങ്കിലും കലാമിൻ ലോഷനോ മോയ്സ്ചറൈസറോ ചെയ്യാവുന്നതാണ്. അപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം. അത് ഇട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂറകത്ത് മാറുന്നുണ്ടോ, അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഫിസിഷ്യനെ കാണേണ്ടതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ഫിസിഷ്യനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കാവുന്ന കാര്യം വെച്ചാൽ പെട്ടെന്ന് ഒരു ഐസ് പാക്ക് ഒക്കെ വെച്ച് കൊടുക്കാം. ഐസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടണിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു എവിടെയാണോ ബൾജ് വരുന്നത്, എവിടെയാണ് തടിച്ച് വരുന്നത്, ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒരു തുണി ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഒപ്പിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബ്ലഡ് കാപ്പിലറീസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഫ്ലൂയിഡാണ് ലീക്ക് ചെയ്തത്, അതൊക്കെ ഒന്ന് കുറയാനും ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇതൊന്ന് വരുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി 1 ടീസ്പൂൺ കുർക്കുമിൻ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉള്ളി, പൈനാപ്പിൾ, ആപ്പിൾ പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഹോം റെമഡീസ് എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ക്രോണിക് കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ ഇത് വർക്കാവണമെന്നില്ല. സോ അങ്ങനെയുള്ളവർ എന്തായാലും ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അർട്ടിക്കേരി നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.